നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. ഇന്ന് സംഭവിച്ചതിലേക്ക് വിശദമായി. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 6 നാൾ മാത്രമേ ഉള്ളൂ. പ്രചാരണത്തിന്റെ അവസാന നാളുകളിലും പ്രത്യാരോപണങ്ങളുമായി നേതാക്കളും സ്ഥാനാർത്ഥികളും കളം നിറഞ്ഞു നിൽക്കുകയാണ്. വീട്ടിലെ വോട്ടിൽ വിവിധങ്ങളിൽ ക്രമക്കേട് എന്നുള്ള പരാതി ഉയർന്നു. കണ്ണൂരിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി. നിമിഷപ്രിയയുടെ മാതാവ് MLAക്ക് യാത്ര തിരിച്ചതും ഇന്നത്തെ വാർത്താപ്പകലിലെ പ്രധാന വാർത്തയായി. നമ്മൾ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വിശദമായി പോകുന്നു. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. ഒന്നാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ ഇന്ത്യ സഖ്യത്തിനെതിരായ ആക്രമണം കടുപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേഠിയിൽ നിന്നും ഒളിച്ചോടിയ രാഹുൽ ഗാന്ധിക്ക് വയനാട് വിട്ട് ഓടേണ്ടി വരും എന്നാണ് പരിഹാസം. രാഹുൽ ഗാന്ധിക്കെതിരായ പിണറായി വിജയന്റെ വിമർശനം ഇന്ത്യ മുന്നണിക്കെതിരെയും പ്രധാനമന്ത്രി ആയുധമാക്കി. वायनाड में संकट दिख रहा है. शाहजादे और उनकी टोली 26 अप्रैल को वायनाड में वोटिंग का इंतजार कर रही है. जैसे ही 26 को वायनाड में वोटिंग पूरा हो जाएगा, ये शाहजादे के लिए एक और सुरक्षित सीट घोषित कर देंगे और कहीं और से फिर से लड़ाना पड़ेगा उनको. അതേസമയം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഉത്തർപ്രദേശിലെ അമ്രോഹയിലെ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, അങ്ങനെ രാഹുൽ പിണറായി വിജയൻ വാക്പോരുണ്ടായിരുന്നു, അത് ദേശീയ തലത്തിൽ പ്രചാരണ വിഷയമാക്കുന്നു പ്രധാനമന്ത്രി. എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം? ഉന്മേഷ്, കഴിഞ്ഞ ദിവസം ഒന്നാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ തന്നെ NDAയും ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയും ഈ ഒരു അവലോകന യോഗം ചേർന്നിരുന്നു. തുടർന്നുള്ള പ്രചാരണ ശൈലി ഉൾപ്പെടെ തീരുമാനിക്കുന്നത് ഈ ഒരു അവലോകനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തായാലും പ്രചരണം കൂടുതൽ കടുപ്പിക്കാൻ, തീവ്രമാക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് BJP എത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ ആക്രമണത്തിന്, കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തിനുമെതിരായ ആക്രമണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി ഇന്ന് മഹാരാഷ്ട്രയിൽ 2ഉം കർണാടകയിൽ 2ഉമായി 4 പ്രചരണ പരിപാടികളിലാണ് പങ്കെടുത്തത്. ഈ 4 ഇടങ്ങളിലും രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും സോണിയാഗാന്ധിയെയും ഇന്ത്യ സഖ്യത്തെയും കടുത്ത ഭാഷയിൽ തന്നെ ആക്രമിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തത്. അമേത്തിയിൽ നിന്നും ഭയന്നോടിയ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതോടുകൂടി വയനാട്ടിൽ നിന്നും ഓടേണ്ടി വരും എന്നാണ് അദ്ദേഹത്തിന്റെ പരിഹാസം. ഒപ്പം തന്നെ പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും തമ്മിൽ നടത്തിയ പ്രത്യാരോപണങ്ങൾ ഉൾപ്പെടെ എടുത്തു പറഞ്ഞ പ്രധാനമന്ത്രി ഈ പ്രസംഗങ്ങളിൽ എല്ലാം തന്നെ പരാമർശിച്ചു. കൂടാതെ സോണിയാഗാന്ധി തോൽവി ഭയന്നുകൊണ്ടാണ് ഇത്തവണ റായ്ബറേലിയിൽ മത്സരിക്കുന്നത് ഒഴിവാക്കി രാജ്യസഭയിലേക്ക് മാറിയത് എന്ന പരിഹാസവും പ്രധാനമന്ത്രി തൊടുത്തു. ഇത്തരത്തിൽ കടുത്ത ആരോപണങ്ങൾ തന്നെ ഇന്ത്യ സഖ്യത്തിനെതിരെ ഉന്നയിക്കുകയാണ് പ്രധാനമന്ത്രി. അതേസമയം കോൺഗ്രസിന്റെ അവലോകനത്തിൽ ഒന്നാം ഘട്ടത്തിൽ കഴിഞ്ഞ തവണത്തെക്കാൾ നില മെച്ചപ്പെടുത്തും എന്ന ആണ് വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് തുടർ പ്രചരണത്തിന് തീരുമാനം എടുത്തിരിക്കുന്നത്. പ്രധാനമായും വാഗ്ദാനങ്ങളിൽ, ഈ പ്രകടന പത്രികയിൽ മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങളിൽ ഊന്നിക്കൊണ്ട് തന്നെ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിലാണ് കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മുന്നണി. ഇതിന്റെ ഭാഗമായി പ്രധാന വാഗ്ദാനമായ ഈ ജാതി സെൻസസ് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ 2 പ്രചാരണ യോഗങ്ങളിലും പ്രധാന വിഷയമായി ഉയർന്നു വന്നത്. ഒപ്പം തന്നെ പ്രകടന പത്രികയിൽ പറയാതിരുന്ന കാർഷിക കടങ്ങൾ എഴുതിത്തള്ളും എന്ന വാഗ്ദാനം, അത് രാഹുൽ ഗാന്ധി ഇന്ന് അമ്രോഹയിൽ നടത്തിയ പ്രചാരണ വേദിയിൽ പ്രഖ്യാപിക്കുകയായിരുന്നു. ഈ ഡാനിഷ് അലിക്ക് വേണ്ടിയാണ് അമ്രോഹയിൽ പ്രചരണം നടത്തിയത്. ഒപ്പം തന്നെ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും പങ്കെടുത്തിരുന്നു. ജാതി സെൻസസ് പ്രധാന വിഷയമായി എടുത്തു പറഞ്ഞ രാഹുൽ ഗാന്ധി ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ തീരുമാനങ്ങൾ, പദ്ധതികൾ, ഇവ ഓരോന്നും പിൻവലിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അതിൽ എടുത്തു പറഞ്ഞ ഒരു വിഷയം അഗ്നിപത് പദ്ധതി തന്നെയാണ്. രാജ്യത്തെ സൈന്യത്തിനെ തന്നെ തരംതിരിക്കുന്നതാണ് ഈ പദ്ധതി
നടപടിയെന്നും രക്തസാക്ഷികളെ പോലും രണ്ടായി തരംതിരിക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ ഈ തീരുമാനമെന്നും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ഈ പദ്ധതി ഉപേക്ഷിക്കുമെന്നും രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു. കോടീശ്വരന്മാർക്ക് നരേന്ദ്രമോദി നൽകിയ പണം, അത്രത്തോളം പണം തന്നെ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ പാവപ്പെട്ടവർക്ക് നൽകുമെന്നും പ്രഖ്യാപനവും രാഹുൽ ഗാന്ധി ഇന്നത്തെ പ്രചാരണ യോഗത്തിൽ നടത്തി. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. കേരളം ബൂത്തിലെത്താൻ ഇനി 5 നാൾ മാത്രമേ ഉള്ളൂ. ആരോപണ പ്രത്യാരോപണങ്ങൾ കടിപ്പിക്കുകയാണ് നേതാക്കൾ. കേരളത്തിൽ പ്രചാരണത്തിനെത്തിയ പ്രിയങ്ക ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ അതേ വിമർശനം ആവർത്തിച്ചു. മുഖ്യമന്ത്രിയും BJPയും ഒത്തുകളിക്കുകയാണെന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ പരാമർശം. പൗരത്വ നിയമ ഭേദഗതി രാജ്യത്ത് വന്നതിന് ശേഷം അക്കാര്യത്തിൽ വ്യക്തതയോടെയുള്ള നിലപാട് സ്വീകരിക്കാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. മതനിരപേക്ഷതയുടെ ഭാഗമായുള്ളവരെല്ലാം എതിർത്തു. രാഹുൽ ഗാന്ധി, നിങ്ങൾ പറയണം, നിങ്ങളുടെ മനസ്സ് ഏത് മതനിരപേക്ഷ മനസ്സാണോ അല്ല സംഘപരിവാർ മനസ്സാണോ? ആ അഴിമതിയുടെ കൂടെ നിൽക്കുകയല്ലേ ചെയ്തു. ഞങ്ങൾക്ക് കിട്ടണം പണം എന്ന് മാത്രമല്ലേ നിലപാടുണ്ടായുള്ളൂ. BJP സ്വീകരിക്കുന്ന അതേ നിലപാടല്ലേ എടുത്തത്. പച്ച നുണക്ക് എങ്ങനെയാണ് സതീശ തെളിവ് ഹാജരാക്കിയത്? പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ആവർത്തിക്കുകയും ചെയ്തു. രാഹുലിനെതിരായ വിമർശനമായി തുടരുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് BJPയെ ഭയം എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. കസവ് കെട്ടിയ പേടിത്തൊണ്ടനാണ് മുഖ്യമന്ത്രിയെന്നും പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം. അദ്ദേഹം ഭയത്തിലാണ്, ഭയമാണ് അദ്ദേഹത്തെ ഭരിക്കുന്നത്. അദ്ദേഹം BJPയെ ഭയന്നാണ് ഭരിക്കുന്നത്. നമ്മളൊരു എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്, കസവ് കെട്ടിയ പേടിത്തൊണ്ടന്മാർ. മുഖ്യമന്ത്രിക്ക് ചേരുന്ന ഏറ്റവും നല്ല പദം കസവ് കെട്ടിയ പേടിത്തൊണ്ടൻ എന്നാണ്. അക്ഷരാർത്ഥത്തിൽ വലിയ കൊമ്പത്തെ ആളാണ്, പക്ഷെ മനസ്സ് മുഴുവൻ പേടിയാണ്. അതൊരു പ്രയോഗമാണ്. അങ്ങനെ ഒരു കസവ് കെട്ടിയ പേടിത്തൊണ്ടനായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറിയിരിക്കുകയാണ്. PA ഗിരീഷിന്റെ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, രാഹുൽ ഗാന്ധിയുടെ വിമർശനം, പ്രിയങ്ക ഗാന്ധിയുടെ വിമർശനം എല്ലാം മുഖ്യമന്ത്രിക്ക് നേരെ. മുഖ്യമന്ത്രി CA ഉയർത്തിക്കാണിച്ച് അതേ നാണയത്തിൽ രാഹുലിനടക്കം മറുപടി പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അവസാന ലാപ്പിലെ ഈ വാക്പോര് എങ്ങനെ ഗിരീഷ്? ഉന്മേഷ്, കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് ഇനി 5 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. 4 ദിവസം പരസ്യ പ്രചരണത്തിനുണ്ട്. 24-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് പരസ്യ പ്രചരണം അവസാനിക്കും. ഇത്തവണ മറ്റ് സാഹചര്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കൂടുതൽ ദിവസങ്ങൾ മുന്നണികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കുമെല്ലാം പ്രചരണത്തിനും അതോടൊപ്പം തന്നെ മറ്റ് പദ്ധതികൾ ആസൂത്രണം ചെയ്തതിനും ലഭിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ അവസാന വട്ട പ്രചരണത്തെ തളർത്തുന്നില്ല, ഇതൊന്നും തന്നെ ബാധിച്ചിട്ടുമില്ല. പ്രചരണം കൂടുതൽ ശക്തമാക്കുകയാണ് പാർട്ടികളും മുന്നണികളും എല്ലാം തന്നെ. നേരത്തെ പാർട്ടികൾക്കും മുന്നണികൾക്കും എതിരെയുള്ള നയങ്ങൾക്കെതിരെയായിരുന്നു വിമർശനമെങ്കിൽ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് അവസാനവട്ടം, പ്രചരണത്തിന്റെ അവസാനവട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇത് കൂടുതൽ വ്യക്തി കേന്ദ്രീകൃതമാകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. ഇത് നമ്മൾ മുഖ്യമന്ത്രിയുടെയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെയും എല്ലാം പ്രസ്താവനകൾ പരിശോധിച്ചാൽ ഇക്കാര്യം മനസ്സിലാവുകയും ചെയ്യും. ഏതായാലും ഓരോ സീറ്റും നിർണായകമാണ്, പിടിച്ചെടുക്കുക അല്ലെങ്കിൽ നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിനുള്ള പ്രചരണങ്ങൾ അവസാനത്തെ 4 ദിവസങ്ങളിൽ ഈ പരസ്യ പ്രചരണം അവസാനിക്കുന്നിടം വരെ മുന്നണികളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാകുമെന്നതിനാൽ നേരത്തെ ഉണ്ടായിരുന്ന സീറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്, അവരുടെ നിലനിൽപ്പിൻ്റെയും കൂടെ പ്രശ്നമാണ്. പ്രതിപക്ഷത്തേക്ക് വന്നാൽ UDF-നാകട്ടെ കയ്യിലുള്ള 19 സീറ്റുകൾ 20 ഉയർത്തുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ 19 സീറ്റിൽ ഏതെങ്കിലും സീറ്റ് കുറവ് വന്നാൽ പാർട്ടിയിലും മുന്നണികളിലുമൊക്കെ നിരവധി പ്രശ്നങ്ങൾ അവർക്ക് നേരിടേണ്ടി വരും. NDA-യിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 കേന്ദ്രമന്ത്രിമാർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ് നിരവധി സാഹചര്യങ്ങൾ ഒത്തുവന്നു എന്ന BJPയും NDA-യും തന്നെ അവകാശപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് അക്കൗണ്ട് തുറക്കുക എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്. സ്വാഭാവികമായും ഇതെല്ലാം മുന്നണികളെയും അതോടൊപ്പം തന്നെ നേതാക്കന്മാരെയും എല്ലാം സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഇതനുസരിച്ചുള്ള പ്രചരണ പരിപാടികൾ ഓരോ ദിവസവും ഇവർ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, CPI ജനറൽ സെക്രട്ടറി D രാജ അടക്കമുള്ളവർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ എല്ലാവരും തന്നെ ഈ പ്രചരണ യോഗങ്ങളിൽ പങ്കെടുക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി ഇന്ന് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ പ്രചരണം നടത്തുന്നു. അതോടൊപ്പം സച്ചിൻ പൈലറ്റും P ചിദംബരവും സംസ്ഥാനത്തുണ്ട്. BJP സ്റ്റാർ ക്യാമ്പയിനർമാർ അവരുടെ താരപ്രചാരകരെ തന്നെ രംഗത്തിറക്കി അവർ പ്രചരണം കൊഴുപ്പിക്കുന്നു. ഇത്തരത്തിൽ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ശക്തമാവുകയാണ്. ഉന്മേഷ് നൽകിയത് പ്രിയങ്ക ഗാന്ധി ഇന്ന് നടത്തിയ ചില പരാമർശങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ ആ വാക്കുകളിലേക്ക്. Don't scare who is he scared? Because we are not. Rahul is not scared of anything.
He's not scared of jail. He's not scared of anything. And I think the whole country knows that and has seen it. Thank you. I think we should wait for the result and see. I think we're going to do very well. And I wonder on what basis they are so confident that they're going to get 400. വീട്ടിലെ വോട്ട് സംവിധാനത്തിൽ ക്രമക്കേടെന്ന പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. കോഴിക്കോട് പെരുവയിലിൽ ആളുമാറി വോട്ട് ചെയ്തതിൽ 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. വിഷയം അന്വേഷിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർക്കും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കണ്ണൂരിൽ വോട്ടിംഗിൽ ആൾമാറാട്ടം നടന്നുവെന്ന LDF പരാതിയിൽ പോളിംഗ് ഓഫീസറെയും BLOയും സസ്പെൻഡ് ചെയ്തു. അതേസമയം കല്യാശ്ശേരിയിലെ വയോധികയായ വോട്ടർക്ക് കണ്ണ് കാണാത്തതിനാലാവാം മുൻ ബ്രാഞ്ച് സെക്രട്ടറി സഹായിച്ചത് എന്നാണ് LDF കൺവീനർ EP ജയരാജന്റെ പ്രതികരണം. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് ഈ വോട്ട് ചെയ്യാൻ പോകുന്നവരോടൊപ്പം പോകാം, അവിടെ വേണ്ട സഹായങ്ങൾ ചെയ്യാമെന്നാണ്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അല്ല, ഞാനതാ മനസ്സിലാക്കുന്നത്. കാരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ചെയ്യേണ്ട ഒരു കാര്യമില്ല. വീടുകളിൽ ചെന്ന് CPM കള്ളവോട്ട് ചെയ്യിക്കുന്നതിൽ ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വടകരയിലെ സ്ഥാനാർത്ഥി കൊണ്ടുവന്ന ഒരു നുണബോംബ് ചീറ്റിപ്പോയി. ഇപ്പോൾ ഇലക്ഷൻ സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് അവർ ഇപ്പോൾ വീടുകളിൽ ചെന്ന് പോളിംഗ് നടത്തുമ്പോൾ ആ പോളിംഗിൽ ഇടപെടാൻ വേണ്ടി CPM ശ്രമിക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാർ അതിന് കൂട്ടുനിൽക്കുകയാണ്. ഞാൻ 2 പ്രാവശ്യം ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് കത്തെഴുതി. ഒരു നടപടിയും ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചിട്ടില്ല. സുതാര്യമായിട്ടല്ല താഴെത്തട്ടിലെ ഈ വോട്ടെടുപ്പ് നടക്കുന്നത്. വടകരയിൽ ഒരുപാട് പേർക്കെതിരെ കേസെടുക്കുകയാണ്. ഒരുപാട് പേർക്കെതിരെ സൈബർ ആക്രമണം നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർവേഡ് ചെയ്ത ആളുകൾക്കെതിരെയാണ് കേസെടുക്കുന്നത്. ഇതുവരെ വടകരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരായി എന്ത് ആക്ഷേപമാണ് സോഷ്യൽ മീഡിയയിൽ ഉന്നയിച്ചതെന്നുള്ളതിന്റെ ഒരു കോപ്പി പോലും ആരും കണ്ടിട്ടില്ല. ദീപക് ധർമ്മടമുണ്ട് ഇപ്പോൾ കോഴിക്കോട്. ദീപക്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഡോക്ടർ ഉന്മേഷ്, സാധാരണ മലബാറിൽ വോട്ടെടുപ്പ് ദിവസം വോട്ടെടുപ്പ് കഴിഞ്ഞാൽ കള്ളവോട്ട് ആരോപണവും അതിൽ പരാതിയും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദവും പതിവാണ്. പക്ഷേ എന്നാൽ ഈ പ്രാവശ്യം വീട്ടിലെ വോട്ടെടുപ്പ് തുടങ്ങിയ ഉടൻ തന്നെ വലിയ ആരോപണങ്ങളിലേക്ക് പോയി. മാത്രവുമല്ല, ഇന്നിപ്പോൾ 6 പേരാണ് മലബാറിൽ, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലായി 6 ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലായിരിക്കുന്നു. അതിൽ കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കണ്ണൂരിലാണ് കള്ളവോട്ട് ആരോപണം വീട്ടിലെ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുതൽ ആരോപണം വന്നത്. പക്ഷേ എന്നാൽ ഇന്ന് ഇടതുമുന്നണിയുടെ പരാതിയിൽ ഒരു BLOവിനെയും അതുപോലെ തന്നെ ഒരു പോളിംഗ് ഓഫീസറെയും കണ്ണൂരിൽ സസ്പെൻഡ് ചെയ്തു. വൈകിട്ടാവുമ്പോഴേക്കും കോഴിക്കോട് കുന്നമംഗലത്തിലെ പെരുവയലിൽ ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ ആരോപണത്തിൽ നടപടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇന്ന് സംഭവിച്ചതിലേക്ക് തിരികെ സ്ഥാനാർത്ഥികൾ പറയുന്നത് എന്താണെന്ന് നോക്കാം. വോട്ടോഗ്രാഫ്. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് വോട്ടോഗ്രാഫ് സമർപ്പിക്കുന്നത് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. വാശിയേറിയ പോരാട്ടം നടക്കുന്ന കോട്ടയത്ത് മണ്ഡലത്തിന്റെ സമഗ്ര വികസനമാണ് സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നത്. യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും കൂടുതൽ പരിഗണന നൽകുമെന്നാണ് LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ പറയുന്നത്. ടൂറിസം മേഖലയിലെ വികസന സാധ്യതകൾ അടക്കമാണ് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് മുന്നോട്ട് വയ്ക്കുന്നത്. റബ്ബർ കർഷകരുടേതുൾപ്പെടെ കാർഷിക മേഖലയിലെ വികസനമാണ് NDA സ്ഥാനാർത്ഥിയുടെ പ്രചാരണ വിഷയം. കോട്ടയം പാർലമെന്റ് മണ്ഡലം പൊതുവെ ടൂറിസത്തിന് വലിയ സാധ്യതകളുള്ളൊരു മണ്ഡലമാണ്. കുമരകം ഇന്ന് അന്താരാഷ്ട്ര പ്രശസ്തമായൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. കുമരകത്തിൻ്റെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കുമരകവും ആലപ്പുഴയും അതുപോലെ തന്നെ നമ്മുടെ കിഴക്കൻ മേഖലകളും മൂന്നാർ, ദേവികുളം ഉൾപ്പെടെയുള്ള തേക്കടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുമായിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ തന്നെ നല്ല പഠനവും റിസർച്ചും നടത്താൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് അവരെ ഇവിടെ നിലനിർത്താനുള്ള സാധ്യതകൾ പരിശോധിക്കും. അതിന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വികസന കാഴ്ചപ്പാട് 2 തരത്തിലാണ്. ഒന്ന്, ഞാൻ പറഞ്ഞില്ല, കോട്ടയം ഒരു പൈതൃക നഗരമാക്കുക. അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ടൂറിസം റിലേറ്റഡ് ആണ്. അപ്പൊ അത് ടൂറിസത്തിന് വലിയൊരു ബൂസ്റ്റിംഗ് നൽകുന്ന ഒരു സംരംഭമായിരിക്കും. അത് സ്വാഭാവികമായിട്ടും മൊത്തത്തിലുള്ള വികസനത്തിന് അത് പ്രയോജനം ചെയ്യും. 1. 2, റബ്ബർ അധിഷ്ഠിത വ്യവസായം എന്നുള്ള നിലയിൽ കേരള റബ്ബർ ലിമിറ്റഡ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. സ്റ്റേറ്റ് ഗവൺമെന്റിനെ കൊണ്ട് അത് ചെയ്യിക്കാൻ ഉള്ള ഒരു വളരെ ശക്തമായ ഒരു സമ്മർദ്ദവും
അതിലേതെങ്കിലും തരത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെയോ റബ്ബർ ബോർഡിന്റെയോ ഒക്കെ സഹായം ലഭ്യമാക്കാൻ പറ്റുമെങ്കിൽ അതിനു വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാകും. ട്രാവൻകൂർ സിമൻസ് തുറന്ന് പ്രവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് സംസ്ഥാന ഗവൺമെന്റുമായി ആലോചനകൾ നടത്തും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വേമ്പനാട് ലേക്ക് അതോറിറ്റി രൂപീകരിച്ച ഒരു ഹൈഡ്രോളജിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റഡി നടത്തിയാലാണ് ഈ കക്ക വരാൻ പറ്റുമോ അതിന്റെ മറ്റ് ഇംപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ട്. യുവാക്കൾക്ക്, വിദ്യാർത്ഥികൾക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ യുവാക്കൾക്ക് അപ്രന്റീസ്ഷിപ്പ് എന്നുള്ള നിലയിൽ 1,00,000 രൂപ ഒരു വർഷം കൊടുക്കുക. ഇന്നലെ ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് റബ്ബറിന്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇവിടുത്തെ ടൂറിസം, ഇവിടുത്തെ അമ്പലങ്ങളും പള്ളികളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള പിൽഗ്രിമേജ് ടൂറിസം സർക്യൂട്ടുകൾ, അതുപോലെ നെൽകർഷകരുടെ പ്രശ്നങ്ങൾ, ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ, ഇതൊക്കെയാണ് മുമ്പോട്ട് വെച്ചിട്ടുള്ളത് പ്രധാനമായിട്ട്. അത് സമഗ്രമായ വികസനം ചെയ്യേണ്ട ആൾ ഇപ്പോൾ ജയിച്ചാൽ ചെയ്യേണ്ട ഞാനാണ്, അത് ഞാൻ ചെയ്യും. അതിലെനിക്ക് പ്രധാനമന്ത്രി എടുത്തൊന്നും അമ്പയരെടുത്തു എനിക്ക് അതിന് ഉറപ്പുണ്ട്. കാർഷിക മേഖലയിൽ ആയിരിക്കും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. അതുപോലെ ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഞങ്ങൾ ടേക്കപ്പ് ചെയ്യും. ഈ വർഷത്തെ തൃശൂർ പൂരം അവസാനിച്ചിട്ടും വിവാദങ്ങൾക്ക് അവസാനമില്ല. പൂരത്തിനിടെ പോലീസ് നടത്തിയ അനാവശ്യ നിയന്ത്രണങ്ങൾക്കെതിരെ വ്യാപക വിമർശനം. പൂരം കുളമാക്കിയത് സർക്കാരാണെന്നും പോലീസിനെ ഇറക്കിയത് തെരഞ്ഞെടുപ്പിൽ BJPക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടിയെന്നും പ്രതിപക്ഷ നേതാവ്. അതേസമയം എന്താണ് സംഭവിച്ചെന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി കെ രാജനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വ്യക്തമാക്കി. വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് തൃശ്ശൂർ പൂരം. കോടതി പോലും ഇടപെട്ട് അത് പരമ്പരാഗതമായ രീതിക്ക് ഭംഗം വരാതെ അത് നടത്തിക്കൊണ്ടുപോകാനുള്ള സംവിധാനം ചെയ്തതാണ്. എന്തിനാണ് ഈ പോലീസ് ഒരു അനധികൃതമായി അതിനകത്ത് ഇടപെടുന്നത്? കോടതി ഇടപെട്ട് കോടതി സ്പെഷ്യൽ സിറ്റിംഗ് നടത്തി തീർത്ത ഒരു വിഷയത്തിൽ പോലീസിനെ ഇടപെടിച്ച് BJPക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള വേർതിരിവുകളോ തടുക്കലുകളോ ഉണ്ടായിട്ടില്ല. ദേവസ്വങ്ങളുടെ അഭിപ്രായം വളരെ ശ്രദ്ധയോടെ കേൾക്കും. അവരിതിന്റെ മുഖ്യ ഘടകങ്ങളാണ് ഈ പൂരത്തിന്റെ. അതിനൊന്നും ഒരു തരത്തിലുള്ള സങ്കുചിത താല്പര്യമോ ഏതെങ്കിലും വിധത്തിലുള്ള പ്രീണനമോ ഏതെങ്കിലും വിധത്തിലുള്ള വിദ്വേഷമോ ഇല്ലാതെ ആ കാര്യങ്ങൾ നടത്തി ആളുകളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. അവിടെ പോലീസിന് വല്ല വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, അല്ല വേറെ എന്താ ഉണ്ടായത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പാർട്ടി എന്ന രീതിയിൽ പ്രതികരിക്കാം. ഞങ്ങൾ ഉത്സവത്തിന് പരിപൂർണ്ണ പിന്തുണയാണ്, വെടിക്കെട്ടിനും പരിപൂർണ്ണ പിന്തുണയാണ്. അവിടെ വിശ്വാസികളാണ് മുഴുവൻ ആൾ വരുന്നത്. വിശ്വാസികൾക്ക് എവിടെയും അവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് നീങ്ങാൻ എല്ലാ അവകാശവും ഉണ്ട് ജനാധിപത്യപരമായിട്ട്. ആ വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടപെടേണ്ടി വന്നാൽ ആദ്യം ആ കൊടി ഉയർത്തിപ്പിടിക്കുന്നത് ഞങ്ങളായിരിക്കും. സൂരജ് സജ്ജുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, വിവാദത്തിലാണല്ലോ പോലീസ് നടപടി. ഉന്മേഷ്, തീർച്ചയായും ഈ പൂരത്തിലെ പോലീസിന്റെ നിയന്ത്രണങ്ങളിൽ കർശന വിമർശനമാണ് ഉയരുന്നത്. വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നു. അതോടൊപ്പം തന്നെ UDF ആകട്ടെ കോൺഗ്രസ് ആകട്ടെ ഇവർ പറയുന്നത് BJPയെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPക്ക് ഗുണം ചെയ്യുന്നതിന് വേണ്ടി നടത്തിയ നീക്കമാണ് എന്നൊരു വിമർശനമാണ് UDF ക്യാമ്പ് മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ മന്ത്രി കെ രാജൻ അടക്കമുള്ളവർ പറയുന്നത് ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള വീഴ്ചയുമില്ല. ഈ ഇരു ദേവസ്വങ്ങളുമായി ഇടപെട്ടുകൊണ്ട് ഈ വിഷയം രമ്യതയിൽ പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് പരിശോധിച്ച് തുടർ നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഈ നിലവിൽ മന്ത്രി കെ രാജൻ അടക്കം പറയുന്നത്. എന്തായാലും ഇന്നലെ രാത്രി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടി, കർശന നിയന്ത്രണം, വെടിക്കെട്ടിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ റോഡ് അടച്ചുപൂട്ടിക്കൊണ്ട് ദേവസ്വം ജീവനക്കാർക്കെതിരെ ഉൾപ്പെടെ ഉണ്ടായ നടപടിയിൽ വലിയ വിമർശനം ഇപ്പോഴും ഉയരുന്നു. ഉന്മേഷ്, സൂരജ് സജ്ജിയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് സംഭവിച്ച പൂർത്തിയാകുന്ന